നമസ്കാരം. നക്ഷത്ര വാരഫലം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 2025 ആഗസ്റ്റ് 11 മുതൽ 17 വരെ 12 കൂറുകാർക്കും എങ്ങനെയായിരിക്കും ഈ ആഴ്ച എന്ന് നോക്കാം. നല്ല ഫലങ്ങൾ തുണയ്ക്കുന്ന രാശികൾ ഏതെല്ലാം, അനുകൂല ഫലങ്ങൾ എങ്ങനെയായിരിക്കും, ജ്യോതിഷപരമായി നോക്കിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൂറുകാർ ആരെല്ലാമാണ് എന്നിവയെ കുറിച്ച് അറിയാം. മേടരാശിക്കാർക്ക് വീട്ടിലും ജോലിസ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാം. സംസാരത്തിൽ നിയന്ത്രണം വേണം. മിഥുനം രാശിക്കാർക്കാവട്ടെ പുതിയ ജോലി സാധ്യതകൾ കൈവരും. കർക്കിടകം രാശിക്കാർക്ക് ദീർഘകാലത്തുള്ള നഷ്ടം ഒഴിവാക്കണം. ചിങ്ങം രാശിക്കാർക്ക് സന്തോഷം നിറഞ്ഞ സമയം ഉണ്ടാകും. കന്നി രാശിക്കാർക്ക് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം. തുലാം രാശിക്കാർക്ക് ക്ഷമയോടെ പ്രവർത്തിക്കണം. വൃശ്ചികം രാശിക്കാർ സാമ്പത്തിക നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. ധനുരാശിക്കാർ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മകരം രാശിക്കാർക്കാകട്ടെ സന്തോഷവും ദുഃഖവും ഉണ്ടാവാം. കുംഭം രാശിക്കാർക്ക് കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. മീനം രാശിക്കാർക്ക് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി മേടരാശിയെ കുറിച്ച് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും എന്നിവ അടങ്ങുന്നതാണ് മേടരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. വീട്ടിലെ കാര്യങ്ങളോ ജോലിയിലുള്ള പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടിയേക്കാം. ദേഷ്യം നിയന്ത്രിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. എന്നാൽ മദ്യത്തോടെ സന്തോഷം നൽകുന്ന വാർത്തകൾ വരും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും. പണം കിട്ടാൻ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രണയ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ഇടവരാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്നതാണ് ഇടവരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല തുടക്കമായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ജോലിസ്ഥലത്ത് എല്ലാവരുടെയും സഹായം ഉണ്ടാകും. യാത്രകൾ ഗുണം ചെയ്യും. ബിസിനസ് വികസിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. മിഥുനം രാശി. മകേരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുന രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതാണ്. മടി കൂടാതെ പ്രവർത്തിക്കുക. പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. വീട്ടിൽ പണം ചിലവഴിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കണം. യാത്രകൾ ഗുണം ചെയ്യും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാം. പ്രണയ ജീവിതം സന്തോഷകരമായിരിക്കും. കർക്കിടക രാശി. പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കിടക രാശി. ഈ രാശിക്കാർക്ക് ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ നഷ്ടം വരുത്തരുത്. കരിയർ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ തീരുമാനവും എടുക്കരുത്. ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നല്ല സുഹൃത്തുക്കളുമായി ആലോചിക്കുക. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കുക. കൂടുതൽ കഷ്ടപ്പെട്ടാൽ പരീക്ഷയിൽ വിജയിക്കാം. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. ചിങ്ങരാശി. മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യം നിറഞ്ഞതാണ്. ഒരു വ്യക്തിയുടെ സഹായത്തോടെ വളരെ കാലമായി തടസ്സപ്പെട്ട ജോലി പൂർത്തിയാകും. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. കൂടുതൽ പണം ചിലവഴിക്കും. ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വരുമാനം കൂടും. കുടുംബയാത്ര പോകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കണം. പ്രണയ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. കന്നിരാശി. ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും ചേർന്നതാണ് കന്നിരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കണം. ജോലി സ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സിൽ എതിരാളികൾ ഉണ്ടാവും. യാത്രകൾ ഗുണം ചെയ്യില്ല. കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ആരോഗ്യം ശ്രദ്ധിക്കുക. ബന്ധം നിലനിർത്താൻ നിങ്ങളുടെ പങ്കാളികളുടെ വികാരങ്ങൾ അവഗണിക്കരുത്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് തുലാം രാശി.
ഈ രാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക. ബിസിനസ്സിൽ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമാണ്. യാത്രകളെ ശ്രദ്ധിക്കുക. രാഷ്ട്രീയക്കാർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. വീട്ടിൽ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൃശ്ചിക രാശി. വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. ജോലി സ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാവാം. എല്ലാവരുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുക. ബിസിനസ്സിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക. പ്രണയ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. ധനുരാശി. മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ധനുരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. ജോലിയിൽ നല്ല അവസരങ്ങൾ വരും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് പ്രശംസ കിട്ടും. പണം ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രണയബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. മകരം രാശി. ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ചേരുന്നതാണ് മകരരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ലക്ഷ്യം നേടുന്നതിൽ സീനിയർ ജൂനിയർ എന്നിവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുക. കുംഭരാശി. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാവും. യാത്രകൾ ഗുണം ചെയ്യും. കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. പ്രണയബന്ധം സൂക്ഷിക്കുക. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. മീനരാശി. പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനരാശി. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. ചെലവ് കൂടും. ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങൾ ജോലി രംഗത്തും സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം. നക്ഷത്രവാരഫലം ഇവിടെ അവസാനിക്കുന്നു.